നോ കോസ്റ്റിംഗ് EMI അടയ്ക്കാനുള്ള ആകർഷകമായ ഓഫറുകൾ വഴി ഉപകരണങ്ങൾ വാങ്ങിയ ശേഷം തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾ ഉപഭോക്താക്കളുടെ ഉപകരണങ്ങൾ വിദൂര നിയന്ത്രണത്തിലൂടെ പൂട്ടിയിടുന്നതിനെതിരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശനമായ സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമാവലി പ്രകാരം വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാൽ ഉടനടി ഉപകരണങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധിക്കില്ലെന്ന് മാത്രമല്ല, വായ്പ നൽകി വാങ്ങിയ നിർദ്ദിഷ്ട ഉപകരണത്തിന് മേൽ മാത്രമേ നിയന്ത്രണം ഏർപ്പെടുത്താവൂ എന്നും വായ്പ നൽകുന്ന സമയത്ത് ഇത്തരം ലോക്കിംഗ് വ്യവസ്ഥകൾ ഉപഭോക്താവിനെ മുൻകൂട്ടി അറിയിച്ചിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നു. തിരിച്ചടവ് മുടങ്ങിയ ആദ്യത്തെ 30 ദിവസത്തേക്ക് യാതൊരു നിയന്ത്രണങ്ങളും പാടില്ലെന്നും 30 ദിവസം പിന്നിട്ടാൽ ചില ആപ്പ് നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാമെങ്കിലും പൂർണ്ണമായ റിമോട്ട് ലോക്കിംഗ് 60 ദിവസത്തെ കുടിശ്ശികയ്ക്ക് ശേഷം മാത്രമേ അനുവദിക്കൂ എന്നും നിയമം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഉപഭോക്താവിന്റെ ജോലി തടസ്സപ്പെടുന്ന ആപ്പ് ബ്ലോക്കിങ്ങോ ഇൻകമിംഗ് കോളുകൾ, SMS, എമർജൻസി SOS സേവനങ്ങൾ എന്നിവയുടെ തടസ്സപ്പെടുത്തലോ ഒരു കാരണവശാലും പാടില്ലാത്തതും ഫോണിലുള്ള വ്യക്തിഗത ഫോട്ടോകൾ, കോണ്ടാക്റ്റുകൾ, ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതുമാണ്. കുടിശ്ശിക തുക പൂർണ്ണമായി അടച്ചു തീർത്താൽ 1 മണിക്കൂറിനകം ഫോണിന്റെ പ്രവർത്തനം പഴയപടിയാക്കേണ്ടതും വൈകുന്ന ഓരോ മണിക്കൂറും 250 രൂപ നിരക്കിൽ നഷ്ടപരിഹാരം നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരുമാണ്. ഇതോടൊപ്പം റിക്കവറി ഏജന്റുമാരുടെ ഫോൺ വിളികളും സന്ദേശങ്ങളും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമായി പരിമിതപ്പെടുത്തുകയും സോഷ്യൽ മീഡിയ വഴിയുള്ള അപമാനിക്കലോ ഭീഷണികളോ പൂർണ്ണമായും വിലക്കുകയും ചെയ്തിട്ടുണ്ട്.